നമുക്ക് ആരോടെങ്കിലൊക്കെ വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാകാം, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം. ഈ സ്നേഹത്തിലേൽക്കുന്ന മുറിവാണ് നമ്മുടെ ജീവിതത്തിന്റെ പല അസ്വസ്ഥതകളുടെയും മാനസിക സംഘർഷങ്ങളുടെയും നിരാശകളുടെയും ആകുലതയുടെ ഒക്കെ കാരണം നമ്മളെല്ലാവരും സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹിക്കുന്ന അളവിൽ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് കിട്ടാതെ പോകുമ്പോൾ അത് മുറിവായിട്ട് മാറും. നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന അളവിലോ ആഗ്രഹിക്കുന്ന രീതിയിലോ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നൊക്കെ ഈ ലോകത്തിൽ സ്നേഹം ലഭിക്കില്ല എന്ന് ആദ്യം മനസ്സുകൊണ്ട് ഉറപ്പിക്കണം. ഒരു മനുഷ്യനും, ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ഈശോയ്ക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റും. നീ ആഗ്രഹിക്കുന്നതിലും ഉപരി ചെയ്തു തരാൻ കഴിവുള്ള കർത്താവിന് നിന്നെ നീ ആഗ്രഹിക്കുന്നതിലും ഉപരി സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് കാൽവരി കുരിശിൽ സ്വജീവൻ നൽകിക്കൊണ്ട് അവസാനത്തുള്ള രക്തവും നൽകി ഈശോ നമ്മെ സ്നേഹിച്ചത്. എന്നിട്ട് പറഞ്ഞു, മോനെ ഇതാണ് സ്നേഹം, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹം. ഉണ്ട് യഥാർത്ഥ സ്നേഹം എന്തെന്ന് ചോദിച്ചാൽ കുരിശെ ചൂണ്ടിക്കാണിക്കാവും. നമ്മൾ ഇന്ന് പറയുന്ന സ്നേഹം യഥാർത്ഥ സ്നേഹമാകണമെന്നില്ല.